friends, welcome to Mithra IELTS Prep. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് IELTSന്റെ എൻക്വയറി IELTSന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്ന എൻക്വയറീസിൽ ഒത്തിരി ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ്. എന്താണ് IELTS, എങ്ങനെയാണ് IELTS എഴുതേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സ്. ഇപ്പം പ്രത്യേകിച്ച് ആദ്യമായിട്ട് IELTS എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒത്തിരി സംശയങ്ങളുണ്ടായിരിക്കും. അവർ ഈ IELTS എഴുതണം, പുറത്ത് പോയി പഠിക്കാനായിട്ട് IELTS എഴുതണം, അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് IELTS എഴുതണം എന്നൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. പക്ഷേ എവിടെ പോയി പഠിക്കാൻ അല്ലെങ്കിൽ എവിടെ പോയി ജോലി ചെയ്യാനാണ് IELTS എഴുതേണ്ടത്, എന്തൊക്കെ ടൈപ്സ് IELTS ഉണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ഡൗട്ട്സ് ആണ് നമ്മൾ ഇന്ന് ഞാനും അക്ഷയുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓബ്വിയസ്ലി എന്താണ് IELTS, വാട്ട് ഈസ് IELTS എന്നായിരിക്കും. So what is IELTS? Yeah, so IELTS എന്നുള്ളത് ആക്ച്വലി കോൺട്രാക്ഷൻ ആണ്. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നൊരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ് ആക്ച്വലി ഇത്. ബേസിക്കലി പുറത്തെ കൺട്രീസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ഇംഗ്ലീഷിലെ പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഇന്റർനാഷണൽ ബേസ് ഉള്ളതുകൊണ്ട് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ആണ്. നമ്മളവിടെ പോയാൽ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മളവിടെ പോയാൽ, വർക്കിന് പോയാൽ ആ ഒരു സ്ഥലമായിട്ട് എത്രമാത്രം നമുക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതി ചേരാൻ പറ്റും, നമ്മൾ എത്രമാത്രം നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ആളുകളുടെ അടുത്ത് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ ഈ ലാംഗ്വേജ് യൂസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് കൂടിയാണിത്. സോ ദാറ്റ് ഈസ് IELTS. ഇനി ആരൊക്കെയാണ് IELTS അറ്റൻഡ് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാ കൺട്രീസിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവർ ചിലപ്പം IELTS അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ളവർക്ക് IELTS ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണ്ട. പക്ഷേ ഇംഗ്ലീഷ് ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലും അല്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ മറ്റൊരു കൺട്രിയിലേക്ക്, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് എൻട്രി കിട്ടുള്ളൂ. സോ ഒരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോകേണ്ടവരാണ് ബേസിക്കലി IELTS ടെസ്റ്റ് എടുക്കുക. സോ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മളൊരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. സോ ഇവിടുന്ന് ആര് പോയാലും നമ്മൾക്ക് IELTS ടെസ്റ്റ് പാസ് ആവേണ്ടി വരും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ഇൻ ദ സെൻസ് ഏതൊക്കെ കൺട്രീസ് ആണ് മെയിൻലി നമ്മളിപ്പം മോസ്റ്റ്ലി കാണുന്നതെന്ന് പറയുന്നത് കാനഡ, യൂറോപ്പിലുള്ള കൺട്രീസ്, UK, എങ്ങോട്ടെങ്കിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. ലൈക്ക് ദർ ആർ സെലക്ടഡ് കൺട്രീസ് വേർ പീപ്പിൾ മൈഗ്രേറ്റ് ടു. സോ ആ കൺട്രീസിലേക്കൊക്കെ പോകണമെങ്കിൽ ഇപ്പം നമ്മൾ പൊതുവേ കാണുന്ന ഏതൊക്കെ ഈ പറയുന്ന കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിലും വി നീഡ് IELTS. വേണ്ട എന്ന് പറയുന്ന കൺട്രീസും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വളഞ്ഞ വഴിയൊക്കെ പോകുന്ന കൺട്രീസ് ഉണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ റൂൾ എന്ന് പറയുന്നത് IELTS പാസ്സായി പോവുക എന്നുള്ളതാണ്. പിന്നെ ഐ ഹാവ് സീൻ സം യൂണിവേഴ്സിറ്റീസ് അവർ പറയും IELTS വേണ്ടെന്നുള്ളത്, സെലക്ടഡ് യൂണിവേഴ്സിറ്റി. ബട്ട് നല്ല യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു റൈറ്റ് IELTS. അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ യു ഡെഫിനറ്റ്ലി വാണ്ട് ഇറ്റ്. പക്ഷേ നമ്മൾക്കിപ്പം ചില യൂണിവേഴ്സിറ്റീസിൽ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 12th വരെ ഇംഗ്ലീഷ് പഠിച്ചതാണ്, നമ്മുടെ മാർക്സ് എത്രയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഡിഗ്രി ചെയ്തവരൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് നെസസറി അല്ല, കാരണം ഇറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ക്യാൻ ഹാൻഡിൽ ദ ലാംഗ്വേജ്, റൈറ്റ്? സോ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ IELTS വേണ്ടത്. ഇനി IELTS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയയിൽ IELTS IELTS ഒരു എക്സാം, പക്ഷെ ആക്ച്വലി IELTS ഒരു എക്സാം അല്ല. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് IELTS ദാറ്റ് വി ഹാവ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈസ് ജനറൽ ട്രെയിനിങ് ടെസ്റ്റ് ആൻഡ് അക്കാഡമിക് ടെസ്റ്റ്. IELTS 2 ടൈപ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ വർക്കിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ IELTS ജനറൽ ടെസ്റ്റ് എഴുതും. നമ്മളിപ്പം സ്റ്റഡീസിന് വേണ്ടിയാണെങ്കിൽ അക്കാഡമിക് ടെസ്റ്റ് എഴുതും. സോ ടെസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ് എക്സെപ്റ്റ് ഫോർ 2 modules. സോ ഇതിനൊക്കെ മൊഡ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. എനിവേ വർക്കാണ് നമ്മുടെ പർപ്പസ് എങ്കിൽ നമ്മൾ ജനറൽ ട്രെയിനിങ് ടെസ്റ്റ് എഴുതും. സ്റ്റഡീസ് ആണെങ്കിൽ വി ഗോ ഫോർ അക്കാഡമിക് ടെസ്റ്റ്. ആക്ച്വലി പലർക്കും ഇത് അറിയില്ല. സോ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് ജസ്റ്റ് IELTSന് ബുക്ക് ചെയ്യും. ഇപ്പം പഠിക്കാൻ പോകുന്ന ആൾക്കാണ് അക്കാഡമിക് IELTS വേണ്ടതെന്നും, ജോലി ചെയ്യാൻ പോകുന്ന ആൾക്ക് ജനറൽ ആണ് വേണ്ടതെന്നും പലർക്കും അറിയില്ല. ചില സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ അവർ ആദ്യമേ കയറി ജനറൽ IELTS ബുക്ക് ചെയ്യും. ആൻഡ് ഇറ്റ്സ് നോട്ട് ചീപ്പ്. IELTS is not cheap, as we know. അപ്പം ദെൻ ലോസ് ഓഫ് മണിയാണ്. അപ്പം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നതെന്ന്, എന്നിട്ട് അതനുസരിച്ച് ബുക്ക് യുവർ IELTS. ഇപ്പൊ ചില സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്തു, പഠിപ്പിച്ചു വന്നാണ്, ലൈക്ക് ആ ഒരു സ്കീമാണ് എടുക്കുക. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയാം അവർക്ക് വർക്കിനായിരിക്കും പോകേണ്ടത്, പക്ഷെ അവർ അക്കാഡമിക് ആയിരിക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവും. നമ്മൾ വരുന്ന എൻക്വയറീസിൽ അങ്ങനെ കാണുന്നുണ്ട്. അതായത് വർക്കിനായിരിക്കും പോകേണ്ടത്, പക്ഷെ അവർ അക്കാഡമിക് ആയിരിക്കും എടുത്തിട്ടുള്ളത്. ബിക്കോസ് ദേ ഹാഡ് നോ ഐഡിയ വാട്ട് അക്കാഡമിക് ഈസ് ആൻഡ് വാട്ട് ജനറൽ ഈസ്. ആ ഒരു ഡിഫറൻസ് അറിയാത്തതുകൊണ്ട്. സോ മേക്ക് ഷുവർ
നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക, അതനുസരിച്ച് മാത്രം നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. ബിക്കോസ് വൺസ് ബുക്ക് യു കനോട്ട് ക്യാൻസൽ ഇറ്റ്. Can you? You can cancel it, but there's a cost for that too. Oh, okay. Then there is again a cost for that too. So look before you leave. Yeah. അവ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യുക. Then again, IELTS in a test date. What Test about date. that? So many people think that നമ്മൾ പഠിപ്പിക്കുന്നവരാണ് ഇവർക്ക് ടെസ്റ്റ് എടുത്ത് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏജൻസി പോകണം, അങ്ങനെയൊന്നും ഇല്ല. You can take you can book your test yourself. It's a very simple process. Yeah, it's a very simple process. So നേരത്തെ നമുക്കുണ്ടായിരുന്നത് ബ്രിട്ടീഷ് കൗൺസിലും IDP ആയിരുന്നു. നമുക്ക് 2 ടെസ്റ്റ് ബോഡി ഉണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് നൗ വി only have IDP. IDP is a sole test body. സോ നമ്മൾ IDPയിൽ പോയിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ IELTS ടെസ്റ്റ് ബുക്ക് ചെയ്യുക. സോ IELTS ടെസ്റ്റിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ സ്പീക്കിംഗ് ഒരു സെപ്പറേറ്റ് ഡേ ആയിരിക്കും, ലിസണിങ് റീഡിങ് റൈറ്റിംഗ് ഒരു സെപ്പറേറ്റ് ഡേ ആയിരിക്കും. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സ്ലോട്ട്സിൽ നിന്ന് നമ്മൾക്ക് ബുക്ക് ചെയ്യാം. അവർ ഇപ്പം ഈ മാസത്തിലാണെങ്കിൽ ചിലപ്പം 15th ഒരു ഡേറ്റ് കിടക്കുക. സോ ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഡേറ്റ് നമുക്ക് ആ ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യാം. സോ അതിനോട് പ്രയർ ആയിട്ടുള്ള ഒരു ദിവസം, ചിലപ്പോൾ മുന്നേ ആയിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും, യു ഹാവ് ദ സ്പീക്കിംഗ് ടെസ്റ്റ്. സ്പീക്കിംഗ് ടെസ്റ്റിനും ദെയർസ് മോർണിംഗ് സ്ലോട്ട്സ് ആൻഡ് ഈവനിങ് സ്ലോട്ട്സ്. സോ യു ക്യാൻ പിക്ക് എനി. അങ്ങനെയാണ്. അപ്പോൾ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അനദർ തിങ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ഷുവർ ഇസ്, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസ് എൻക്വയറീസ് വന്നത് അക്സൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്തിട്ടാണ് IELTSനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ഡോണ്ട് ഡൂ ദാറ്റ്. അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ IELTS എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ IELTS ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും, അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. സിമ്പിൾ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഈവൻ നമ്മളിപ്പം നമ്മുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാ എ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൻ വന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് വേർഡ്സ് കൂടിയത് കൊണ്ട് ഒരു ചെറിയ എയുടെ വ്യത്യാസം നമുക്കൊരു പോയിന്റ് ലൂസ് ആവും. സോ ഇറ്റ്സ് എ വെരി സ്ട്രിക്റ്റ് കൈൻഡ് ഓഫ് ഇവാലുവേഷൻ ആണ് അവർക്കുള്ളത്. സോ ഇറ്റ്സ് ബിറ്റ് ഹാർഡ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ ഓടിച്ചാടി ഓക്കെ IELTS എഴുതണം, എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ടെസ്റ്റ് ബുക്ക് ചെയ്യാം, അപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, IELTS ഇസ് നോട്ട് ചീപ്പ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ IELTSൻ്റെ എന്തെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് എന്ന് തന്നെ പറയാം, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ എനിക്കിനി കുറേ പഠിക്കാനുണ്ട്, ഇത് ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ഐഡിയ വെച്ച് ആ ഒരു പഠിക്കാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം IELTS ബുക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യു ക്യാൻ അറ്റൻഡ് എ മോക്ക് ടെസ്റ്റ് ത്രൂ us. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഡു നോട്ട് ബുക്ക് യുവർ IELTS വിത്തൗട്ട് അറ്റൻഡിങ് എ മോക്ക് ടെസ്റ്റ്. അപ്പം ഞങ്ങൾ വഴിയാണെങ്കിലും അല്ലാതെ തന്നെ സൈറ്റ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ IELTS ടെസ്റ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ദർ ആർ സോ മെനി സ്റ്റുഡൻസ്. ഇപ്പോൾ തന്നെ നമുക്ക് വന്ന എൻക്വയറീസ് 3-4 പേരെങ്കിലും അങ്ങനെ തന്നെ ഉണ്ട്. വി കനോട്ട് ഡു എനിത്തിങ് ഫോർ ദം ബിക്കോസ് ഗ്രാമർ തന്നെ വീക്കാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 15 ദിവസമൊക്കെയാണ് പറയുന്നത്, അതിനുള്ളിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. സോ They're actually asking for a crash course. പക്ഷെ നമുക്ക് IELTSന് അങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് പെട്ടെന്ന് പഠിപ്പിച്ചു തീരുക അങ്ങനെ ഒരു സാധനം നല്ല ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. മേബി അതെ, നല്ലപോലെ ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉണ്ട്, ഒരു അഡ്വാൻസ് ലെവൽ സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ടിപ്സും ട്രിക്സും ഒക്കെ പഠിച്ചു കൊടുത്ത് മേബി വി ക്യാൻ they'll succeed. എന്നാലും I think we need at least 20 days for the mock test and we have to evaluate the person all through. അതെ, അപ്പം ഒരു 20 days എങ്കിലും മിനിമം നമുക്ക് വേണം. ഇത് ഞാൻ പറയുന്ന അഡ്വാൻസിന്റെ കാര്യമാണ്. ബേസിക്കും പിന്നെ ഗ്രാമറിൽ തന്നെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണെങ്കിൽ യു വിൽ നീഡ് അറ്റ്ലീസ്റ്റ് 45 days പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾക്ക് എന്തായാലും ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. സം മൈ ടേക്ക് മോർ ദാൻ ദാറ്റ്. അപ്പോൾ ആദ്യം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക, നിലവാരം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് മാത്രം IELTSന്റെ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. IELTS ടെസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് നടത്തുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ഇൻ ലൈക്ക് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഫ്രീക്വന്റ് കിട്ടില്ല എന്നൊരു കൺഫ്യൂഷനേ ഇല്ല. പേടിയേ വേണ്ട കേട്ടോ. അടുത്തടുത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റാണ് IELTS. അങ്ങനെ ഡേറ്റ് കിട്ടാൻ നിങ്ങൾക്ക് PSC പരീക്ഷ പോലെ ഒന്നും കാത്തൊന്നും അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി ഫ്രീക്വന്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടും. ഡേറ്റ് കിട്ടില്ല എന്നൊരു ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ പ്രിപ്പയർ ആയതിനു ശേഷം മാത്രം IELTS ബുക്ക് ചെയ്യുക. അതാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് IELTS ഉണ്ട്,
അതുപോലെ തന്നെ computer based. So what is the difference? What should we choose? So yeah, so pen and paper test is a traditional test where you write the exam using, you know, like hard copies, paperum, pennum. നമ്മൾ എങ്ങനെയാണോ യൂഷ്വലി സ്കൂളിൽ ടെസ്റ്റ് എഴുതുക അതേപോലെ there's also this digital version of it. നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എഴുതണമെങ്കിൽ you can also do that, like the whole exam happens on the screen എന്ന് മാത്രമേ ഉള്ളൂ. There are differences. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പല മൊഡ്യൂൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ലിസണിങ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം പേപ്പർ ആൻഡ് പെൻ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് അതിനകത്തൊരു 10 minutes എക്സ്ട്രാ കിട്ടുന്നുണ്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയൊക്കെ, വിച്ച് വി ഡോണ്ട് ഗെറ്റ് in a computer based test. അങ്ങനത്തെ ചില ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചില ആളുകൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നല്ല. ഇപ്പം കമ്പ്യൂട്ടറിൽ നല്ല യൂസ് ചെയ്ത് ഒത്തിരി പരിചയമുള്ളവർക്ക് മാത്രമല്ല എഴുതാൻ പറ്റുക. നമ്മൾക്കിപ്പോൾ ഒരു ഇമെയിൽ എഴുതി പരിചയം ഉണ്ടെങ്കിൽ തന്നെ, ലൈക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ യു കെൻ അറ്റൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രിഫറൻസസ്. ഇപ്പം ചില ആൾക്കാർ, എനിക്കറിയാവുന്ന ചില ആൾക്കാർ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അവർ പേപ്പർ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ചൂസ് ചെയ്യും, സോ ദാറ്റ് ദേ കുഡ് ജസ്റ്റ് ടൈപ്പ് ദി ആൻസർ. ലിസണിംഗിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉള്ളവര് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യും. അവർക്ക് കുറച്ച് എഴുതി കുത്തിയൊക്കെ വേണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ they'll choose pen and paper. It's totally your preference എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. It depends on the person. They can completely choose. സോ അപ്പോൾ അതാണ് പെൻ ആൻഡ് പേപ്പറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ യു, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം. അക്സ പറഞ്ഞതുപോലെ സം പീപ്പിൾ ഹാവ് പ്രോബ്ലം വിത്ത് റൈറ്റിംഗ്, എഴുതി ശീലമില്ലായിരിക്കും, അപ്പോൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അവർക്ക് തന്നെ ഇഷ്ടമല്ലായിരിക്കും, എലിജിബിൾ അല്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്താ യു ക്യാൻ ഗോ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എഴുതിയാലേ എനിക്ക് ആ ഒരു സുഖം കിട്ടുള്ളൂ. മീൻസ് ചിലർക്ക് റൈറ്റിങ്ങിന് നല്ല ഇത് വരണമെങ്കിൽ, ഫ്ലോ വരണമെങ്കിൽ പേന പേപ്പറും കൂടെ എഴുതി തന്നെ പോകണം. സോ ഫോർ ദം യു ക്യാൻ ചൂസ് പെൻ ആൻഡ് പേപ്പർ. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ആൻഡ് ദെൻ അഗെയിൻ IELTS എന്ന് പറയുന്നത് ഇസ് ഇറ്റ് എ സിംഗിൾ ടെസ്റ്റ്, ലൈക്ക് എന്താ ഒരു ദിവസം നമ്മൾ പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു അങ്ങനെയാണോ? അങ്ങനെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ്, ലൈക്ക് IELTS എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് അത്രയാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതിനകത്തേക്ക് നമുക്ക് 4 മൊഡ്യൂൾസ് ഉണ്ട്. സോ ദർ ഇസ് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അതിനകത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്ന കാര്യം പറയായിരുന്നു. അന്ന് നമുക്ക് ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒരു ദിവസവും സ്പീക്കിംഗ് വേറൊരു ദിവസമാണ്. സോ ഇത് 4 ടെസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പെൻ ആൻഡ് പേപ്പറിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും സെയിം ആണ്. ഓക്കെ, സോ ഇത് 2 ദിവസത്തെ പ്രോഗ്രാമാണ് അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ പോയി നമ്മുടെ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ലിസണിങ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നീട് ദാറ്റ് ഡിപ്പെൻഡ്സ്. ചിലപ്പം സ്പീക്കിംഗ് ആയിരിക്കും നമുക്ക് ടെസ്റ്റ് ഡേറ്റ് എടുക്കുമ്പോൾ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 days ഗ്യാപ്പിൽ വി ഹാവ് ലിസണിങ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കമ്മിങ് അപ്പ്. അല്ലെങ്കിൽ ചിലപ്പം ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ് ഒരു ദിവസം കഴിഞ്ഞിട്ട് there will be another day where you will have to attend the speaking test. So speaking is always conducted separate. Yeah. Okay, separate. Okay, fine. Okay, IELTS എഴുതണമെങ്കിൽ നമ്മുടെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? ഒരു ആവറേജ് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞാൽ മതിയോ, അതോ വാട്ട് ഈസ്? So the problem with this test is an international level test. Okay, so anybody from any country globally attends this test. അതുകൊണ്ട് തന്നെ ടെസ്റ്റിന് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മൾ ഒത്തിരി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. IELTS ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി സ്പീക്കിംഗ് IELTSന് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. ഒന്ന് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം എത്ര ഡിഫിക്കൽട്ടാണെന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മോഡറേറ്റ് ലെവൽ എങ്കിലും വേണം. മോഡറേറ്റ് ലെവൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 3 months ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്താൽ നമ്മൾക്ക് അത്രയും ഒരു സ്കോർ കിട്ടും. ഒരു അഡ്വാൻസ് ലെവലിലേക്കാണെങ്കിൽ യു വിൽ സ്റ്റിൽ ഹാവ് ടു നോ എവറിഥിങ്. ദർ ആർ 4 modules, which means there are 4 tests. And it's a lot about practice and, you know, knowing a lot of tips and tricks. So that takes time. There should be classes and stuff like that you will be attending. അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് നമ്മൾക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. If you have to go and give the exam and, you know, crack it at the first go, അങ്ങനെയാണെങ്കിൽ you will definitely have to work on it, which means you need at least moderate or advanced level language proficiency. Especially with grammar, you should be well versed in grammar in order to actually go into it, because ഇതിന്റെ ബേസ് തന്നെ ഗ്രാമർ ആണ്. അതറിയാമെങ്കിലാണ് നമ്മൾക്കിപ്പം പലരും പറയുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഗ്രാമറിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. യു ആക്ച്വലി നീഡ് ഗ്രാമർ ഇൻ ഓർഡർ ടു
make sentences which you use for communication, right? Yes. So ഇതിനു വേണ്ടി അത് തന്നെയാണ് ഗ്രാമർ എല്ലാം, അതെല്ലാം ബേസിക് ആണ്, നമുക്ക് അറിയേണ്ട ഇംഗ്ലീഷ് എല്ലാം താഴെയാണ് നിൽക്കുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. സ്റ്റിൽ ഡെഫിനറ്റ്ലി നീഡ് ലാംഗ്വേജ് പ്രൊഫഷൻസി. സോ അപ്പം ജസ്റ്റ് നമ്മൾ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തിയാൽ നമ്മൾ അറിയാത്ത റൈറ്റിങ്ങിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ലിസണിങ്ങിലും നമുക്ക് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ സ്പീക്കിങ്ങിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇഫ് വി മേക്ക് എ ഗ്രാമർ മിസ്റ്റേക്ക്, will we lose points? Yes, we will. So consider writing. റൈറ്റിംഗിൽ നമ്മൾക്ക് ഒരു ടെസ്റ്റിന്, റൈറ്റിംഗിലും 2 ടെസ്റ്റും സബ് ടൈപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ 150 to 200 വേർഡ്സ് എഴുതേണ്ടതായിരിക്കും, മറ്റതിൽ 250 to 300 വേർഡ്സ് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ എഴുതുന്നതിനകത്ത് നമ്മൾ വരുത്തുന്ന ഗ്രാമർ മിസ്റ്റേക്സ് വിൽ ബി കൗണ്ടഡ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വിൽ ബി കൗണ്ടഡ്, പങ്ക്ച്വേഷനിൽ വരുന്ന അതുപോലും. പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഫുൾ സ്റ്റോപ്പ്, കോമ, ഇൻവേർട്ടഡ് കോമാസ്, ഇതൊക്കെയാണ് പങ്ക്ച്വേഷൻസ്. അപ്പൊ ഇതില് പോലും they count. So അതിൽ പോലും you can lose your marks. So that is the reason why we tell you, do not book your IELTS before you do a mock test. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഇതിൽ വരെ പോയിന്റ് ലൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗ്രാമർ അറിയാവുന്നവർക്ക് പോലും പങ്ക്ച്വേഷനിലും സ്പെല്ലിങ്ങിലും മിസ്റ്റേക്സ് വരും. ഗ്രാമർ മിസ്റ്റേക്സ് എന്തായാലും നമ്മൾ വരുത്തും. നമ്മൾ 250 to 300 വേർഡ്സ് എഴുതണം, അതിനകത്ത് ഇറ്റ്സ് ഒബ്വിയസ്, എന്തായാലും നമ്മൾ വരുത്തും. സോ മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് എ ഗുഡ് നോളജ്. അപ്പോൾ സെയിങ് ദാറ്റ് നമ്മൾ IELTSന് വേണ്ടിയിട്ട് പ്രയർ ആയിട്ടുള്ള preparations എന്തൊക്കെയാണ്? What can we do? So what I tell my students is, ഇപ്പം നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി മലയാളീസ്, നമ്മുടെ ബ്രെയിൻ എപ്പോഴും മലയാളം ലാംഗ്വേജിലാണ് വർക്ക് ചെയ്യുന്നത്. കൺസിഡർ അവർ ബ്രെയിൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇൻ ദാറ്റ് കേസ് വി ഷുഡ് ആക്ച്വലി ഇൻസേർട്ട് another language in order for your brain to work in that language, right? So അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ we need to insert English in first of all. അത് പല ഡിമെൻഷൻസിലാണ്. ഓക്കെ, കൺസിഡർ ലിസണിങ്. നമ്മൾ ഇംഗ്ലീഷിനോട് അത്രയും ലിസൺ ചെയ്ത് നമ്മൾ അതിനോട് യൂസ് ടു ആവുന്നവരെ our brain will take time in order to understand how that works. So നമ്മൾ സോങ്സ് കേൾക്കുക, മൂവീസ് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. വി ഷുഡ് സ്പീക്ക് വിത്ത് അതർ പീപ്പിൾ, ഓർ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഡു മിററിംഗ് ഇൻ ഓർഡർ ടു ലേൺ സ്പീക്കിംഗ്, ഇൻ ഓർഡർ to make your brain understand that this is how you speak in English. Or you need reading habit as such, because നമ്മുടെ reading test ഒക്കെ 1 hour നമ്മൾ read ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. So there are people who are not used to reading English. People have a thought like reading ഭയങ്കര എളുപ്പമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? They think that you'll just have to read. Reading is basically that, right? പക്ഷെ ഇവിടെ ഇതിൽ കോംപ്രിഹെൻഷൻ ആണെന്ന് ആളുകൾക്ക് അറിയില്ല. So 1 hour read ചെയ്ത് അതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് lots of paragraphs, ഒത്തിരി paragraphs ഉണ്ട്. So it's not that easy. Okay. So you will have to have that habit of reading, especially reading English. Okay. Because you will also have to understand, right? And then again writing. Yeah, writing. You should have this habit of writing something every day so that you get that practice up. Speed. And based on your test. Computer ആണെങ്കിൽ computer based test you have to practice every day. അല്ലാതെ ആണെങ്കിൽ pen paper. Yes, there are time constraints and stuff like that. So if you have a writing test that's only for an hour, so you'll have to complete everything in an hour. Okay. So ആ രീതിയിലുള്ള എല്ലാ പ്രാക്ടീസും നമുക്ക് വേണം. ഇപ്പം നമ്മൾക്ക് സ്റ്റുഡൻസ് വരുവാണെങ്കിൽ തന്നെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ 5 ഡിമെൻഷൻസിൽ ഓൾസോ തിങ്കിങ്, വിച്ച് ഐ ഡോണ്ട് മെൻഷൻ. Thinking is another part where you will improve a lot in English. നമ്മൾക്ക് ഇപ്പോൾ നേരെ പോയി സംസാരിക്കാൻ പറ്റില്ലായിരിക്കും, but you could create scenarios in your own head and like try talking inside your head first if you're not comfortable putting that out. Right? So in that case you should actually do a lot of stuff. ഇപ്പോൾ IELTS പഠിക്കുന്നവർക്ക് ഡയറക്റ്റ് IELTSലേക്കല്ല നമ്മൾ പോവുക. നമ്മൾ ഓൾറെഡി ഇങ്ങനെ മലയാളത്തിൻ്റെ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് we need this transformation happening. So there are a lot of things that you do apart from preparing for IELTS. Okay. Yeah. Thanks. And self-study or proper course, which would you recommend? I would suggest proper course, because self-study can happen, especially for those whom we say are on the advanced level. And people who've attended IELTS. Yeah, who have attended IELTS also. പക്ഷേ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ കിട്ടത്തില്ല, ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ട്. ഓക്കെ, ദർ ആർ ലൈക്ക് ഓൺലൈൻ നമ്മൾ പോവുകയാണെങ്കിൽ if you browse for that, there are umpteen number of materials that you get. There are a lot of things
over the internet. പക്ഷേ the problem is suppose there's a writing test happening. നമുക്ക് അതിനുള്ള പ്രോപ്പർ ഇവാലുവേഷൻ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് പോയി നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെങ്കിലും we don't know where we went wrong. Okay, you get a score definitely. ഇപ്പം നമ്മൾ IELTS ഓൺലൈനിൽ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, you will definitely get a score. പക്ഷേ അതിൽ എന്താ സംഭവിച്ചത്, മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അതായത് നമ്മൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തിയത്, എവിടെയൊക്കെയാണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തിയത്, പഞ്ച്വേഷൻ എവിടെയാണ് മിസ് ചെയ്ത് പോയത്, അതുപോലെ തന്നെ വേർഡ്സിന്റെ ലിമിറ്റ് എവിടെയാണ് കൂടിയത്, ഇതൊന്നും നമുക്കറിയാം, ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ സോ ഫോർ ദാറ്റ് യു ഡെഫിനറ്റ്ലി നീഡ് എ ട്രെയിനർ ഹു ക്യാൻ പറഞ്ഞു തരാൻ, പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് എ ട്രെയിനർ. അത് ഓർ കൺസിഡർ സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഓൾസോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണെങ്കിലും മേ ബി നമ്മൾ പറയുന്ന സെന്റൻസ് കംപ്ലീറ്റ്ലി ശരിയായിരിക്കും, പക്ഷേ സംവെയർ ഇറ്റ് മേ നോട്ട് സൗണ്ട് റൈറ്റ്, പ്രൊനൗൺസിയേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സോ യു നീഡ് എ ട്രെയിനർ ടു പോയിന്റ് ഇറ്റ് ഔട്ട്. ആൻഡ് ദെൻ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോഴ്സ്, സി ഇറ്റ്സ് ടോട്ടലി ആളുകളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൺലൈൻ കോഴ്സ് വേ ബെറ്റർ ഓർ ഓഫ്ലൈൻ കോഴ്സ് ഇസ് നോട്ട് ഗുഡ്, അങ്ങനെയൊന്നുമില്ല. ഡിപ്പെൻഡിങ് ഓൺ യുവർ ടൈമിങ്സ് ആൻഡ് ദെൻ അഗെയിൻ നിങ്ങളുടെ കൺവീനിയൻസും സ്ഥലവും ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തൊന്നും ചിലപ്പോൾ നല്ലൊരു IELTS കോച്ചിങ് സെൻറ്റർ ഉണ്ടാവില്ല. IELTS കോച്ചിങ് സെൻറ്റേഴ്സ് ഒത്തിരി ഉണ്ട്, ബട്ട് നമുക്ക് വിരലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ളത്. സോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ ആ ഏരിയയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു IELTS സെൻറ്റർ ഉണ്ടാവില്ല. അപ്പം ഒത്തിരി ട്രാവൽ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ നമുക്കൊരു നല്ലൊരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് അതിനുള്ള ടൈമിംഗ് ഉണ്ടായെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആൻ ഓഫ്ലൈൻ കോഴ്സ്. സോ ഇറ്റ്സ് അപ് ടു യു. പക്ഷെ കറന്റ് സിനാറിയോ ഒക്കെ വെച്ച് ഐ വുഡ് സേ യു കുഡ് ഗോ ഫോർ an ഓൺലൈൻ കോഴ്സ്. ഇറ്റ്സ് as better as you know there's no difference. And then again ഒരു 1-to-1 ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൾവേസ് ഓൺലൈൻ കോഴ്സ് is better. കുറച്ചുകൂടി ലൈക്ക് യു ക്യാൻ കോൺടാക്ട് ദ ട്രെയിനർ എനി ടൈം. ദെൻ ക്ലാസ്സസ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും. യു ഡോണ്ട് ഹാവ് ടു ഇന്ന് ക്ലാസ്സിന് പോകാൻ പറ്റില്ലല്ലോ എന്ന് അടിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ in that case online would be better. Ipo offline aanengi there's a class, okay, and there's this one teacher and the one teacher teaching the whole class. So you don't get that individual attention sort of thing. Offline I mean online class aanengi you could attend it anytime, anywhere. You just need an internet connection, so you could attend it from the comfort of your home. Doubts ഏത് സമയത്ത് ചോദിക്കാം. That is the thing. Like നമ്മുടെ കോഴ്സിൻ്റെ ടൈമിംഗ് വെച്ച് നോക്കുമ്പം യു ക്യാൻ ആസ്ക് ഡൗട്ട്സ് അറ്റ് എനി ടൈം, എനി കൺവീനിയൻറ്റ് ടൈം. സോ അതുകൊണ്ട് ഐ തിങ്ക് ഓൺലൈൻ കോഴ്സ് ഒരു ഹാസ് an upper hand. ഇപ്പം നമ്മുടേതാണെങ്കിൽ we have it from 9 a.m. to 11 p.m. 9 a.m. to 11 p.m. It's almost like whole day. So ഈ സമയത്ത് എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ആൻഡ് യെസ്, അപ്പം ഇതിൽ നമ്മൾ മേ ബി വി ഹാവ് കാർഡ് ഓൾ ദ തിങ്സ്, നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ബട്ട് സമയത്തിൻ്റെ പരിമിതി മൂലം we'll have to end it here. But then again, if you have any doubts regarding IELTS, നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളിപ്പോൾ IELTS അറ്റൻഡ് ചെയ്യാത്തൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ IELTS എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അറ്റൻഡ് എ മോക്ക് ടെസ്റ്റ്. ബിഫോർ ബുക്കിംഗ് ആൻ IELTS definitely attend a mock test. And as I told you, കോമൻറ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. Aksa ഉറപ്പായിട്ടും she is our IELTS trainer. She'll definitely reply to you. And so that's it. അപ്പോൾ ഇനി ഇതുപോലെ IELTSനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. So till we see again, this is Revati Krishnan and Aksa Abraham. Bye. Take care. Thank you.